السلام عليكم ورحمة الله وبركاته نحمده ونصلي ونسلم على رسوله وصحبه أجمعين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മഹരി അവരുടെയും ശുഹദാഉൽ ബദ്ർ റളിയല്ലാഹു അൻഹും അവരുടെയും അനുസ്മരണ ദിനം, അതോടുകൂടെ നമ്മുടെ ദിറാസയിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതോടുകൂടെ സ്വാലിഹാത്തായ ഖാനിതാത്തായ മഹദി മുഅ്മിൻ സ്ത്രീകളായ മഹത്തുക്കളുടെ ഇബാദത്തിൻ്റെ താൽപ്പര്യങ്ങളും അവരുടെ സബറിനെ സംബന്ധിച്ചും എത്രമാത്രം അവർ ക്ഷമിച്ചിരുന്നു, എന്ത് മുസീബത്ത് വന്നാലും റബ്ബിൻ്റെ തീരുമാനം എന്ന നിലക്ക് എല്ലാം സബർ ചെയ്യുകയും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ എല്ലാം തൃപ്തിപ്പെടുകയും ചെയ്തിരുന്ന മഹദികളാണ് അവരെല്ലാം. അതോടുകൂടെ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബിന്തു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ മകളാണല്ലോ. സിദ്ദീഖുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ബദ്രീങ്ങളിൽ പ്രമുഖനും അതുപോലെ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ള വ്യക്തിത്വമാണ്. ഉമ്മത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് അഖായിദിൻ്റെ പല ഗ്രന്ഥങ്ങളിലും കാണാം. ഷറഹുൽ അഖായിദ്, തക്മീലുൽ ഈമാൻ, ഷറഹുൽ മഖാസിദ് തുടങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അഫ്ളലുൽ ബശരി ബഅദുൽ അംബിയാഇ അല തഹ്ഖീഖി അബൂബക്കർ സിദ്ദീഖ്. അംബിയാക്കളുടെ ശേഷം മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ളത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണെന്നും മാത്രമല്ല, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് മഹത്വത്വത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി സിദ്ദീഖ് തങ്ങളുടെയും ഉമർ തങ്ങളുടെയും റളിയല്ലാഹു അൻഹുമ മഹത്വത്തിൽ മബ്ഹസുത് തഫ്സീൽ ഫി മബ്ഹസിത് തഫ്ലീൽ എന്ന് പറയുന്ന 90 വാല്യങ്ങളിൽ, ഓരോ വാല്യം ഏകദേശം 16 പേജുള്ള 90 റിസാലകൾ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലാ എഴുതി. അത് ചുരുക്കിക്കൊണ്ട് പിന്നീട് സബഖത്തുൽ അംറൈൻ, മത്ലഉൽ ഖംറൈനി ഫി സബഖത്തുൽ അംറൈൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എഴുതി ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലാ അവിടുത്തെ ലത്വായ നബവിയ്യ ഫിൽ ഫതാവ റളിയൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹിമഹുല്ലയുടെയും ഇമാം ഷാലിയാത്തി റഹിമഹുല്ലയുടെയും നഖ്ശബന്ദിയ തുരീഖത്തും അതിലെ ചില ഷജറകൾ, സിൽസിലകൾ നോക്കുമ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുലേക്ക് എത്തുന്ന നമുക്ക് ധാരാളം സിൽസിലകൾ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താനപരൽപ്പെട്ട ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മലബാറിലും പുറത്തും ദീനീ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, മഖ്ദൂമി പൊന്നാനി മഖ്ദൂമികളായ മഹത്തുക്കൾ യമനിൽ നിന്ന് മദ്രാസ്, കായൽപട്ടണം, അങ്ങനെ കൊച്ചി, അങ്ങനെ പൊന്നാനി, ഇങ്ങനെയുള്ള അവരുടെ വരവും ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ധാരാളം പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാണ് അവർ യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതെന്നും മാത്രമല്ല, കായൽപട്ടണത്തിലുള്ള സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിൻ്റെ പിതാമഹൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് ഗിയാസുദ്ദീൻ കർക്കരി, കായൽപട്ടണം, മദ്രാസ്, കാഹിരി, അവരുടെ പരമ്പര നമ്മുടെ ഇസ്ലാമിക വിശ്വാസകോശം 4-ാം വാല്യം 391, 392 പറഞ്ഞത് കാണാം. അതോടുകൂടെ പൊന്നാനി മഖ്ദൂമികളെ സംബന്ധിച്ച് പൊന്നാനി ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഇറക്കിയ മഖ്ദൂമും പൊന്നാനിയും അതിൽ വിശദമായി പറഞ്ഞത് കാണാം. എന്നാൽ മലബാറിൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരയെ സംബന്ധിച്ച് മഖ്ദൂമികൾ എന്ന് പറയുമ്പോൾ, അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഷെയ്ഖ് സിദ്ദീഖി എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരയെക്കുറിച്ച് പറയാറുള്ളത്. സിദ്ദീഖി, ഷെയ്ഖ് സിദ്ദീഖി എന്ന പേരാണ്
പറയാറുള്ളത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായത് ജുമാദുൽ ആഖിറ 13 ഹിജ്റ വെള്ളിയാഴ്ച ദിവസം ജുമാദുൽ ആഖിറ 22 തീയതിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ എപ്പോഴും ഗാർ ഹിറയിലും അതുപോലെ ഹിജ്റയിലും അതുപോലെ വഫാത്തായിട്ട് പ്രത്യക്ഷമായ ഹയാത്തിൽ നിന്ന് അതിൻ്റെ ശേഷമുള്ള ഹയാത്തിലേക്ക് നീങ്ങി വിശ്രമിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ ഷരീഫിൻ്റെ അടുത്താണല്ലോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ ഖബർ ഷരീഫ് ഉള്ളത്. സിദ്ദീഖ് റളിയല്ലാഹുവിന് 4 ആമക്കളും 3 പെമ്മക്കളും. 4 ആമക്കളിൽ സയ്യിദുന അബ്ദുള്ള, സയ്യിദുന അബ്ദുറഹ്മാൻ, സയ്യിദുന ജാഫർ, സയ്യിദുന മുഹമ്മദ് റളിയല്ലാഹു അൻഹും. അതുപോലെ 3 പെമ്മക്കൾ. ഒന്ന് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ആയിഷ ബീവി, അനുസ്മരിച്ച ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അസ്മാ ബീവി മറ്റും. ഏതായാലും അവരെ സന്താന പരമ്പരയ്ക്ക് ഷെയ്ഖ് സിദ്ദീഖ് എന്നാണ് സാധാരണ ഉറുദു മേഖലകളിൽ മലബാർ അല്ലാത്ത മറ്റു സ്ഥലങ്ങളെല്ലാം പറയാറുള്ളത്. പൊന്നാനി മഖ്ദൂമിങ്ങൾ, അതുപോലെ നമ്മുടെ കർണാടകയിൽ സൈനുദ്ദീൻ മഖ്ദൂം സഗീർ റഹിമഹുല്ലാൻ്റെ ഉസ്താദായ ബഡ്കൽ മഖ്ദൂം ഇസ്മായിൽ സുക്രിൽ ബാദഖലി, അതിലെ ബോംബെയിലുള്ള മഖ്ദൂം അലിയുൽ മഹായിമി, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഫിഖ്ഹുൽ മഖ്ദൂമി, അതുപോലെ ഫിഖ്ഹ് മഹായിമി, അതുപോലെ തഫ്സീർ മഹായിമി, അതുപോലെ അൽ-ലൗഉൽ അസ്ഹർ ഫി കശ്ഫി സിറിൽ ഖളാഇ വൽ ഖദർ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഖ്ദൂം അലാഉദ്ദീൻ അലിയുൽ മഹായിമി റഹ്മത്തുള്ളാഹി അലൈഹി ബോംബെ, അവരെല്ലാം മഖ്ദൂമീങ്ങൾ. അതല്ലാതെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സന്താനത്തിൽപ്പെട്ട മഹാന്മാർക്ക് ഷെയ്ഖ് സിദ്ദീഖ് എന്ന് പറയാറുണ്ട്. ഇന്ത്യയിലും അത് മറ്റു സ്ഥലങ്ങളിലെല്ലാം സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സന്താനത്തിൽപ്പെട്ട ഒരുപാട് മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. മഹത്തുക്കളായ മഹാന്മാർ മറവട്ട് കിടക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയാനുള്ളത് ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹർവർദി ഇബ്നു ഷെയ്ഖ് ഇമാദുദ്ദീൻ റളിയല്ലാഹു അൻഹുമ. ശിഹാബുദ്ദീൻ സുഹർവർദി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി സിൽസിലത്തു സുഹർവർദിയുടെ ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന അവാരിഫുൽ മആരിഫിൻ്റെ മുസന്നിഫായ മഹാനവറുകളുടെ നസബ് മനാഖിബ് ശുയൂഖിൽ കാണാം. ബഹുമാനപ്പെട്ടവർ ഷെയ്ഖ് ഇമാദുദ്ദീൻ എന്നവരുടെ മകൻ ഇബ്നു ഷെയ്ഖ് നജ്മുദ്ദീൻ ഇബ്നു ഷെയ്ഖ് മജിദുദ്ദീൻ ഇബ്നു റഫീഉദ്ദീൻ ഇബ്നു സദ്റുദ്ദീൻ, അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു വഅൻഹും അവരെ പരമ്പരയിലേക്കാണ് മഹാനവറുകൾ എത്തുന്നത്. ഏതായാലും ശിഹാബുദ്ദീൻ സുഹർവർദി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സന്താനത്തിൽപ്പെട്ട മഹാനാണ് എന്ന് മനാഖിബ് ശുയൂഖ്, അതുപോലെ തദ്കിറത്തുൽ അൻസാബ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇമാമുദ്ദീൻ അഹമ്മദ് നഖ്വി ഗുൽഷനാബാദി നാസിക് റഹിമഹുല്ലാ അവിടുത്തെ തദ്കിറത്തുൽ അൻസാബ് 58-ാമത്തെ പേജിലും പറയുന്നു. അതുപോലെ ശിഹാബുദ്ദീൻ സുഹർവർദി റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിലുള്ള ഷെയ്ഖ് ഈസൽ മദനി സിദ്ദീഖി അഹമ്മദാബാദ് ഗുജറാത്ത് മഹാനവറുകൾ ശിഹാബുദ്ദീൻ സുഹർവർദി റളിയല്ലാഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട മഹാനാണെന്ന് തദ്കിറത്തുൽ അൻസാബിൽ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇമാമുദ്ദീൻ അഹമ്മദ് ബിൻ സയ്യിദ് ഫതുഹുദ്ദീൻ അവിടുത്തെ തദ്കിറത്തുൽ അൻസാബ് അബ്ദുൽ ഫത്താഹ് സയ്യിദ് ഇമാമുദ്ദീൻ അഹമ്മദ് നഖീ ബിൻ സയ്യിദ് മൗലാന അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന മഹാനവറുകൾ അവിടുത്തെ തദ്കിറത്തുൽ അൻസാബ് 59-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഈസൽ മദനി സിദ്ദീഖി തങ്ങൾ അഹമ്മദാബാദ് ഗുജറാത്ത് മഹാനവറുകൾ ഷാ വജീഹുദ്ദീൻ ഗുജറാത്തി എന്ന നുസഹത്തുൻ നദറിനെയും മറ്റു മുസന്നിഫായ അഹമ്മദാബാദ് ഗുജറാത്തിൽ മറവട്ടെടുക്കുന്ന ആ മഹാനവറുകളുടെ മുരീദും ഖലീഫയും കൂടിയാണ്. പരിശുദ്ധ റമദാൻ 15 വഫാത്തായത് അഹമ്മദാബാദിലാണ് മഹാനവറുകൾ ദഫ്നു മുബാറക് നടത്തപ്പെട്ടിട്ടുള്ളത്. മഹാനവറുകളുടെ മക്കൾ മൗലാന ഖാദി അഹമ്മദുൽ മദനി സൂറത്തിലെ ഖാദിയാണ്. അവരുടെ മക്കൾ സൂറത്ത് ഭാഗത്ത് താമസമുണ്ടായിരുന്നു. അതുപോലെ ഖാദി അബുൽ ഹസൻ ഗുജറാത്തി, അങ്ങനെ ഒരുപാട് മക്കൾ. അതിൽപ്പെട്ട ഖാദി അബുൽ ഹസൻ ഗുജറാത്തി 2ാമത്തെ മകനാണ്. അവരുടെ മൂത്ത മകനാണ് മൗലാന ഖലീർ റഹ്മാൻ ബിജാപുരി, അത് ബിജാപൂരിലാണ് മറവട്ട് കിടക്കുന്നത്. അതുപോലെ മൗലാന മുഹമ്മദ് അക്രം ബിജാപുരി, അങ്ങനെ ഒരുപാട് മഹാന്മാർ ആ പരമ്പരയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഷെയ്ഖ് മുന്തഖബുദ്ദീനുൽ ഖാദിർ സിദ്ദീഖി ധോലഖി,
അവിടെ നസബ് റൗലത്തുൽ ഔലിയ ബിജാപൂരിലുള്ള അഷേഖ് മുഹമ്മദ് ഇബ്രാഹിം അൽ ബിജാപൂരി ഏരിയ റഹിമഹുല്ല റൗലത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഷെയ്ഖ് മുന്തഖബുദ്ദീൻ അൽ ഖാദിരി അസ്സദ്ദീഖി മഹാനവരുടെ സിൽസിലത്തുൻ നസബ് കാണാം. അതുപോലെ കൻസുൽ അൻസാബ് 61 പേജിലും മഹാനവരുടെ നസബ് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദാബാദ്, ബീദറിൽ, ധോലക്ക, ഗുജറാത്തിൽ നിന്ന് വരികയും അങ്ങനെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ബഹുമാനപ്പെട്ടവർ വഫാത്തായത് ബിജാപൂറിലാണ്. ബിജാപൂറിൽ ഇബ്രാഹിം റോസിലാണ് മൂപ്പർ മറവിട്ട് കിടക്കുന്നത്. ഇബ്രാഹിം ആദിൽ ഷായുടെ കാലത്ത് വലിയവർ ബഹുമാനം നൽകപ്പെട്ടിരുന്ന ഒരു മഹാനാണ് ഷെയ്ഖ് മുന്തഖബുദ്ദീൻ അൽ ഖാദിരി സിദ്ദീഖ് ദഹ്ലഖി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മക്കൾ ഫഖറുൽ വാഇലീൻ മഖ്ദൂം ഷെയ്ഖ് മുഹിയുദ്ദീൻ വാഇൽ അതുപോലെ പിതാവിൻ്റെ കൂടെ തന്നെ മറവിട്ടെടുക്കുന്നു. അതുപോലെ ഷെയ്ഖ് മുന്തഖബുദ്ദീൻ അവിടുത്തെ മറ്റൊരു മകൻ, അവരും മശായിഖിന് ബിജാപൂരിൽ വലിയ അറിയപ്പെട്ട മഹാനാണ്. അവരെ സന്താനപ്പെട്ട ആൾക്കാർ തദ്കിറത്തുൽ അൻസാബിന്റെ മുസന്നിഫിന്റെ കാലഘട്ടത്തിൽ വജീഹുദ്ദീൻ എന്നവരും മുന്തഖബുദ്ദീൻ എന്നവർ ഉണ്ടായിരുന്നു എന്നും മഹാനവറുകൾ എഴുതുകയാണ്. വിശദമായി റൗലത്തുൽ ഔലിയ ബിജാപൂരിൽ വിശദമായി കാണാം. അതുപോലെ കൻസുൽ അൻസാബ് 61, 62 വിശദമായി പറഞ്ഞു കാണാം. അതുപോലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇമാം ഷാലിയാത്തി റഹിമഹുല്ലയുടെ മശായിഖിൽപ്പെട്ട ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തി റഹിമഹുല്ലാന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖായ ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനാണ്. മൽഫൂദ് ഫളുർ റഹ്മാനി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അവിടുത്തെ നസബ് കാണാം. ഷാ ഫളുർ റഹ്മാൻ ഇബ്നു ഷാ അഹ്ലില്ലാഹി ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് ഫയ്യാദ് ഇബ്നു ഷെയ്ഖ് ബറക്കത്തില്ലാഹി ഇബ്നു ഷെയ്ഖ് നൂർ മുഹമ്മദ് ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് ഇബ്നു ഷെയ്ഖ് അബ്ദുർ റഹീമിന് ഷെയ്ഖ് മിസ്ബാഹുൽ ആഷിഖീൻ മുഹമ്മദി അസ്സദ്ദീഖ് അൽ ചിസ്തി റളിയല്ലാഹു അൻഹു അൻഹും അജ്മഈൻ. ഷെയ്ഖ് മുഹമ്മദ് മിസ്ബാഹുൽ ആഷിഖീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട സിദ്ദീഖി ഷെയ്ഖാണ്. ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ്. ഡൽഹിയിലെ സിക്കന്ദർ ലോധി ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മഹാനവറുകൾ ഉണ്ടായിരുന്നു. ആ മിസ്ബാഹുൽ ആഷിഖീൻ അഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖി, ആ മഹാനവരുടെ സിദ്ദീഖി ഷെയ്ഖായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാനായ മിസ്ബാഹുൽ ആഷിഖീൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട മഹാനാണ് ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. പരിശുദ്ധ റബീഉൽ അവ്വൽ 22 1313 ഹിജ്റയിൽ വഫാത്തായി ഗഞ്ച് മുറാദാബാദ് അനൗ ജില്ലയിലാണ് മഹാനവറുകളുടെ മഖ്ബറത്തു ഷരീഫ് ഉള്ളത്. തദ്കിറത്തുൽ അൻസാബ് മുസന്നിഫ് സയ്യിദ് ഇമാമുദ്ദീൻ അഹമ്മദ് നഖ്വി ഗുൽഷനാബാദി നാസിക് 1331 ഹിജ്റയിലാണ് വഫാത്തായത്. 1313 ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദ് റഹ്മത്തുള്ളാഹി വഫാത്തായത്. ബഹുമാനപ്പെട്ട വഫാത്തായ ഉടനെയാണ് ഇത് എഴുതുന്നത്. അതുകൊണ്ട് മഹാനവറുകളുടെ മകനും ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാന്റെ ഷെയ്ഖും അതുപോലെ ഇമാദുദ്ദീൻ അലി ഷാലിയാത്തി റഹിമഹുല്ലാന്റെ ഷെയ്ഖ്, ആദ്യം ഇമാദുദ്ദീൻ അലി ഷാലിയാത്തി റഹിമുല്ലാന്റെ ഷെയ്ഖായിരുന്നു മഹാനായ ഇമാദുദ്ദീൻ അലി ഷാലിയാത്തി റഹിമുല്ലാന. ഷാലിയാത്തി റഹിമുല്ല ആദ്യം ഇജാസത്ത് ആ സിൽസിലയിൽ നിന്ന് സ്വീകരിച്ചത്, ആ ത്വരീഖത്ത് സ്വീകരിച്ചത് പിന്നീട് നേരിട്ട് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. തദ്കിറത്തുൽ അൻസാബ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതുമ്പോൾ ഷാലിയാത്തി റഹിമുല്ലാന്റെ ഷെയ്ഖും അതുപോലെ ഇമാദുദ്ദീൻ അലി ഷാലിയാത്തി റഹിമുല്ലാന്റെ ഷെയ്ഖായ അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യക്ഷമായ ഹയാത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തദ്കിറത്തുൽ അൻസാബ് 63 പേജിൽ കാണാം. അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാൻ ഷെയ്ഖ് ബഹാഉദ്ദീൻ സക്കരിയ അൽ മുൽത്താനി റഹ്മത്തുള്ളാഹി അലൈഹി ജവാഹിറുൽ അൻസാബ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ കാണാം അവിടുത്തെ നസബ് ഷെയ്ഖ് ബഹാഉദ്ദീൻ സക്കരിയ മുൽത്താനി ബിൻ ഷെയ്ഖ് അബി മുഹമ്മദ് ബിൻ ഷെയ്ഖ് ഇബ്രാഹിം ബിൻ ഷെയ്ഖ് അബ്ദുല്ലാഹ് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ ബിൻ ഷെയ്ഖ് സക്കരിയ അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ബിൻ ജഅഫർ ബിൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ പരമ്പരയിലേക്ക് എത്തുന്ന പരമ്പര നമുക്ക് കാണാൻ കഴിയും. തദ്കിറത്തുൽ അൻസാബ് 63 കാണാം. അതുപോലെ അവരുടെ മകൻ ഷെയ്ഖ് സദറുദ്ദീൻ ആരിഫ്, അതുപോലെ ഇമാം ഷാലിയാത്തി റഹിമഹുല്ല അർത്തൽ ഫതാവുൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശറഇയ്യയിലും, അതുപോലെ ഇമാം അഹമ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ അത്വാഇ നബവിയ ഫിൽ ഫതാവ റൽവിയിലും ഒരുപാട് ഇബാറത്തുകൾ ഉദ്ധരിച്ച ഒരു മഹാ മുഹദ്ദിസ് ഷെയ്ഖ് മുഹമ്മദ് ത്വാഹിർ പട്നി മുഹദ്ദിസ്, ഗുജറാത്തിലെ വലിയ അകാബിരീങ്ങളായ ഉലമായിൽപ്പെട്ട മഹാന്മാരാണ് ഷെയ്ഖ് മുഹമ്മദ് താഹിർ ഫത്നി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ. ഹറമൈനിൽ പോയി ഒരുപാട് മഹത്തുക്കൾ അഷെയ്ഖ് അലിയുൽ മുത്തഖിൽ എന്നെല്ലാം ധാരാളം പഠിച്ച
ഗുജറാത്തിലെ വലിയൊരു മഹാൻ, മജ്മു ബിഹാറുൽ അൻവാർ ഫി ഇൽമിൽ ഹദീസ് എന്ന് പറയുന്ന വലിയ ഒരു ഗ്രന്ഥമെഴുതിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ത്വാഹിറുൽ ഫതനി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി. മഹാനവറുകൾ ഗുജറാത്തിലെ പീറാൻപട്ടൻ അവിടെയാണ് മറവട്ടെടുക്കുന്നത്. 986 ഹിജ്റയിലാണ് ബഹുമാനപ്പെട്ട ഷവ്വാൽ മാസം 6 തീയതി മഹാനവറുകൾ ലോകത്തോട് വിട പറഞ്ഞത്. മഹാനവറുകളുടെ മകൻ അഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വാസിൽ പട്നി, അവിടെ വലിയ ആലിമും വലിയ ആരിഫുമാണ്. നഖ്ശബന്ദി ത്വരീഖത്തിൽ ഖിലാഫത്തുമുള്ള വലിയ മഹാനാണ്. ദർസ് തദ്രീസെല്ലാം എപ്പോഴും മഷ്ഗൂലായിരുന്ന ഷവ്വാൽ 12 1117 ഹിജ്റയിൽ വഫാത്തായി. പീറാൻപട്ടനാണ് മറവട്ടെടുക്കുന്നത്. വിശദമായ ഹയാത്തുൽ ഉലമയിലും തദ്കിറത്തു ഉലമാഇൽ ഹിന്ദിലും അതുപോലെ തദ്കിറത്തുൽ അൻസാബിലും 66-ാമത്തെ പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ ഷെയ്ഖ് സ്വലാഹുദ്ദീൻ ചിശ്തിയിൽ ഖാസി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ പരമ്പരയും തദ്കിറത്തുൽ അൻസാബ് 66 കാണാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുൽ ആബിദീൻ ഇബ്നു മുഹമ്മദ് ബിൻ അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ സിദ്ദീഖുൽ അക്ബറിലേക്ക് എത്തുന്ന, മാത്രമല്ല വലിയ മഹാനാണ് ഷെയ്ഖ് സൈലാൻ ചിശ്തി എന്നാണ് മഹാനവറുകളുടെ അറിയപ്പെട്ട പേര്. സുൽത്താനുൽ മശായിഖ് ഖ്വാജ നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിൽ നിന്നാണ് ഖിലാഫത്ത് ചിശ്തിയ സ്വീകരിച്ചിട്ടുള്ളത്. പൂനെയിലാണ് മഹാനവറുകൾ താമസിച്ചിരുന്നതും അതുപോലെ പൂനെയിൽ തന്നെയാണ് മറവട്ട് കിടക്കുന്നതും. ഷെയ്ഖ് സ്വലാഹുദ്ദീൻ ചിശ്തിയിൽ ഖാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് തദ്കിറത്തുൽ മശായിഖ് ദക്കൻ അതിലും അതുപോലെ തദ്കിറത്തുൽ അൻസാബ് 67 കാണാം. അതുപോലെ ഷെയ്ഖ് അബ്ദുല്ലാഹി ഷത്വാരി അൻവാറുൽ ഔലിയയിൽ മഹാനവറുകളുടെ പരമ്പര പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാഹി ഷത്താരി ബിൻ ഷെയ്ഖ് ഹുസാമുദ്ദീൻ ബിൻ ഷെയ്ഖ് അബ്ദുല്ലാഹി ഇങ്ങനെ വന്ന് അബ്ദുറഹ്മാൻ ബിൻ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും വലിയ ആരിഫും വലിയ മഹാനാണ്. നഖ്ൽ ഫിർദൗസിൽ എഴുതപ്പെട്ടത് കാണാം. സിൽസിലത്തു തൈഫൂരിലെ ഷത്വാർ എന്ന സ്ഥാനം പേര് ആദ്യമായി ലഭിച്ചത് ഷെയ്ഖ് അബ്ദുല്ലാഹി ഷത്താരി എന്നവർക്കാണ്. ജവൻപുരത്തിൽ നിന്ന് മാൽവയിലേക്ക് വന്ന് അങ്ങനെ ദാറുൽ ഫഖർ മന്ദുയിൽ വന്ന് താമസിക്കുകയും അവിടെ ഒരുപാട് ഇസ്ലാമിന്റെ പ്രവചനം നടത്തി അവസാനം 890 ഹിജ്റയിൽ മന്ദു എന്ന സ്ഥലത്ത് വഫാത്ത എന്ന അൻവാറുൽ ഔലിയയിലും അതുപോലെ തദ്കിറത്തുൽ അൻസാബ് 67 നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മഖ്ദൂം ഹുസാമുദ്ദീൻ ജായിസി കൻസുൽ അൻസാബിലും അതുപോലെ തദ്കിറത്തുൽ അൻസാബിലും അവിടുത്തെ പരമ്പര കാണാം. ഷെയ്ഖ് ഖാസിം ബിൻ മുഹമ്മദ് ബിൻ ജഅഫർ ഇബ്നു അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജലാൽപുരത്ത് ഖേഡയിൽ അവരെ മഖബറ ഉള്ളത്. വലിയ ത്വരീഖത്തിന്റെ വലിയ ഷെയ്ഖായിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം ഹുസാമുദ്ദീൻ ജായിസി. അതുപോലെ ഷെയ്ഖ് നിസാമുദ്ദീൻ ചിശ്തിയിൽ ഔറംഗാബാദി അവിടെ സിൽസിലയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുക്ക് എത്തുന്ന, അതുപോലെ യൂറോപ്പിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന് ഷാ കലീമുല്ല ജഹാനാബാദിന്റെ ഖിദ്മത്തിൽ നിന്ന് ഒരുപാട് പഠിക്കുകയും നിളാമുൽ ഖുലൂബ് എന്ന ഗ്രന്ഥം എഴുതിയ മഹാനവറുകൾക്ക് 5 മക്കളുണ്ട്. ഇമാദുദ്ദീൻ, ഗുലാം മുഈനുദ്ദീൻ, ഗുലാം ബഹാഉദ്ദീൻ, ഗുലാം കലീമുല്ല, മുഹമ്മദ് ഫഖറുദ്ദീൻ. ഹിജ്റ ദുൽഖഅദ 12 ഹിജ്റ 1142 വഫാത്തായി ഔറംഗാബാദിലാണ് മറവിട്ട് കിടക്കുന്നത്. മാത്രമല്ല അവിടെ മകൻ ഷെയ്ഖ് ഫഖറുൽ ഹഖീവുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി ഔറംഗാബാദിൽ നിന്ന് പിന്നീട് ഡൽഹിയിലേക്ക് വന്ന് അങ്ങനെ ഒരുപാട് ഇസ്ലാമി പ്രചരണം നടത്തി. 27 ജുമാദുൽ ആഖിറ 1199 വഫാത്തായി. ഡൽഹിയിൽ ഖ്വാജ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി റഹിമഹുല്ലാന്റെ മഖ്ബറയിലാണ് ബഹുമാനപ്പെട്ടവർ അതിന് മുത്തസിലായിട്ടാണ് മറവിട്ട് കിടക്കുന്നത്. അവിടെ മകൻ ഷെയ്ഖ് ഖുത്ബുദ്ദീൻ അവരും 18 മുഹറം 1233 വഫാത്തായി. അങ്ങനെയുള്ള ഒരുപാട് ആ കുടുംബം ഔറംഗാബാദിലും മറ്റുമുണ്ട്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.